നമസ്കാരം. ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിന്റെ എം പി ശശി തരൂർ വിശ്വപൌരനാണ്. വിവാദത്തിന്റെ കാര്യത്തിലും ശശി തരൂർ അങ്ങനെ തന്നെയാണ്. ലോകം മുഴുവൻ അറിയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശശി തരൂർ വലിയ മിടുക്കനുമാണ്. എന്നാൽ ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിന്റെ ഭാര്യയുടെ മരണം സംബന്ധിച്ചൊക്കെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ശശി തരൂർ വിശ്വപൌരനായും തിരുവനന്തപുരത്തിന്റെ എം പിയായി നിരസുകയായിരുന്നു. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞിടയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മഹുവ മൈത്ര എന്ന തൃണമൂലിന്റെ എം പിയുമായി കള്ളുകുടിച്ചു കൂത്താടുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. അത് പുറത്തുവിട്ടതും മഹുവയുടെ മുൻ കാമുകനായ ജയ് ആനന്ദാണ്. എന്നാൽ ഇപ്പോൾ ജയ് ആനന്ദ് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം നേരത്തെ ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ തുടർച്ച തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ശശി തരൂർ എം പിയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു പെൺകുട്ടിയെ ശശി തരൂർ ചൂഷണം ചെയ്യുന്നത് നേരിട്ട് കണ്ടു എന്നായിരുന്നു നേരത്തെ ജയ് ആനന്ദ് ഉന്നയിച്ച ആരോപണം. എന്നാൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മറ്റൊരു സ്ത്രീ കൂടി തന്നെ ബന്ധപ്പെടുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഇത് തിരുവനന്തപുരത്തെ വോട്ടർമാർ അറിയണം എന്നാണ് ജയ് ആനന്ദ് കുറിക്കുന്നതും. ജയ് ആനന്ദ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ആരോപണങ്ങളുടെ സ്ക്രീൻഷോട്ട് സഹിതം പങ്കുവച്ചിട്ടുള്ളത്. ആ പെൺകുട്ടി ജയ് ആനന്ദിന് അയച്ച സ്ക്രീൻഷോട്ടുകൾ, ആ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. ശശി തരൂർ എം പി വളരെ മോശമായി അയാളുടെ കണ്ണുകൾ സഞ്ചരിച്ചത് തന്റെ മുഖത്തേക്കല്ല മറ്റ് സ്ഥലങ്ങളിലേക്കാണെന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണം, അതുപോലെ തന്നെ തന്റെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അടക്കം അതിലുണ്ട്. ഏതായാലും ശശി തരൂർ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാലും ശശി തരൂരിന് ഒരു വലിയ ഇമേജ് ആണുള്ളത്. തിരുവനന്തപുരത്തെ നായർ സമൂഹത്തിനിടയിൽ ശശി തരൂർ കിട്ടുന്ന വോട്ടുകൾ തന്നെയാണ് ശശി തരൂരിന്റെ വിജയത്തിൽ എപ്പോഴും നിർണായകമായി നിൽക്കാറുള്ളത്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ച് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോഴും തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി ശശി തരൂരിനെ കൈവിട്ടിട്ടില്ല. ഭാര്യയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അത്രയേറെ പ്രശ്നങ്ങൾ, ആ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പോലും തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി ശശി തരൂരിനെ പുറത്തു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കോൺഫിഡൻസ് തന്നെയാണ് ശശി തരൂരിന് എപ്പോഴും വലിയ കോൺഫിഡൻസ് ആയി നിലനിൽക്കുന്നതും. ഏതായാലും ശശി തരൂരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ മീറ്റു ആരോപണം ഇപ്പോൾ ആ പെൺകുട്ടി കൃത്യമായി പരാതി നൽകുമോ, ഇനിയുള്ള കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ജയ് ആനന്ദിന് വളരെ കൃത്യമായി ശശി തരൂരുമായും മഹുവ മൈത്രിയുമായും ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു അഭിഭാഷകനാണ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് ജയ് ആനന്ദ്. ഏതായാലും ജയ് ആനന്ദ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാരടക്കം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ശശി തരൂരിന് പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശശി തരൂർ മഹുവയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളുടെ സമയത്ത് തനിക്കൊന്നും അറിയില്ല, തന്റെ പാർട്ടിയിൽ വെച്ചെടുത്ത ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പുകയായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ശശി തരൂരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ എന്ന കാര്യം കൂടി ഇപ്പോൾ ഇക്കാര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളായി തന്നെ പല ഘട്ടങ്ങളിലും നിലനിന്നിട്ടുമുണ്ട്. എങ്കിൽ പോലും ശശി തരൂർ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രയേറെ ഇമേജ്, സൗന്ദര്യം കൊണ്ടാണെങ്കിലും ഒക്കെ ശശി തരൂർ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഏതായാലും ഈ ആരോപണം അല്പം കടുക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. ഈ പെൺകുട്ടി പരാതി നൽകുമോ, പരാതി കൃത്യമായി പോലീസ് എടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഏതായാലും ശശി തരൂരിനെതിരെ മീറ്റു ആരോപണം വരുമ്പോൾ അത് രാഷ്ട്രീയപരമായി തന്നെ തിരുവനന്തപുരത്ത് കൂടുതൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ തുലാസിലാകുമോ എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്.